وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്നവർ, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണേ റഹ്മാനെ. വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ സുഖമില്ലാതെ വിശ്രമിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാര്, കുട്ടികളുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഇബാദത്തുകൾക്ക്, ജോലികൾക്ക് തടസ്സമാകുന്ന രോഗങ്ങളെ നൽകി ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്ന ഒരു കാര്യം, പലിശയുമായി നാം ബന്ധപ്പെടരുത്. അത് വലിയ തിന്മയാണ്. ജീവിതത്തിൽ അത് നഷ്ടങ്ങൾ ഉണ്ടാക്കും. താൽക്കാലികമായിട്ട് ചില ലാഭങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എന്ന് തോന്നുമെങ്കിലും അതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ലാത്ത, സമൂഹത്തിൽ നിന്ദ്യരായി, പരലോകത്ത് അതിനേക്കാൾ നിന്ദ്യരായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും അത്തരക്കാർക്കുണ്ടാകുക. വലിയ വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമായിട്ടാണ് നബിതങ്ങൾ അതിനെ എണ്ണുന്നത് എന്നൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബികളോട് പറയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്. സ്വഹാബികളെ, നിങ്ങൾ 7 വൻ പാപങ്ങളെ ഒഴിവാക്കണേ, അത് നിങ്ങൾ ചെയ്യരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഖാലു, അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, മാ ഹിയ യാ റസൂലല്ലാഹ്, ഏതൊക്കെയാണ് നബിയെ ഒഴിവാക്കണം അങ്ങ് എന്നങ്ങ് പറഞ്ഞ ആ 7 വൻ പാപങ്ങൾ? ചെറിയ പാപങ്ങളുണ്ട്, വൻ പാപങ്ങളുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, വൻ പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്താൽ അത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഇനി ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്നുറപ്പിച്ച് ചെയ്തതിലൊക്കെ സങ്കടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദോഷങ്ങളൊക്കെ നിർത്തിവെച്ച് അള്ളാഹുവിനോട് ശരിക്കും കരഞ്ഞ് ദുആ ചെയ്തെങ്കിൽ, പൊറുക്കലിനെ തേടിയെങ്കിൽ, തൗബ ചെയ്തെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന പാപങ്ങളാണ് വൻ പാപങ്ങൾ. ചെറിയ പാപങ്ങൾ നമ്മളിൽ നിന്നൊക്കെ അറിയാതെ പലപ്പോഴും, ഇപ്പൊ നമ്മൾ ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളിൽ നിന്ന് ഒരുപാട് പാപങ്ങൾ സംഭവിക്കും. നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണെങ്കിൽ ആ വഴിക്ക് ഇങ്ങോട്ട് ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ നോക്കൽ ഒരു പാപമാണ്. നമ്മൾ കാണൂലേ, ഒറ്റ നോട്ടത്തിൽ നമ്മൾ ആളറിയാൻ വേണ്ടിയോ അല്ലാതെയൊക്കെ നമ്മളൊന്ന് കണ്ടുപോകുന്നുവെങ്കിൽ അത് തിന്മയാണെങ്കിലും അത് കുറ്റം അതിനില്ല എന്ന് കാണാം. ആദ്യം നമ്മളൊന്ന് കണ്ടു, വീണ്ടും ആസ്വദിക്കാൻ വേണ്ടി വീണ്ടും നോക്കുകയാണ് എങ്കിൽ അത് തിന്മയായി കൊണ്ടുവരും. ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും അല്ലാതെയുമൊക്കെ നമ്മൾ അറിയാതെ പോലും നമ്മളിലേക്ക് വരുന്ന ഒരുപാട് പാപങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ചെറുപാപങ്ങളാണ്. ഈ ചെറുപാപങ്ങൾ ധാരാളം നന്മകൾ നമ്മൾ ചെയ്താൽ ആ നന്മയുടെ ഉള്ളിൽ പെട്ടുകൊണ്ട് ഈ ചെറുപാപങ്ങൾ അല്ലാഹു തആല മായ്ച്ചു കളയും.
ഒരഴുക്ക് ചാലിലൂടെ വെള്ളമൊഴുകി സമുദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ അഴുക്ക് ചാലിലെ വെള്ളത്തിന് ദുർഗന്ധം കാണൂല. അഴുക്ക് ചാലിലെ വെള്ളം നമുക്ക് വേർതിരിക്കാനും കഴിയൂല. കാരണം സമുദ്രത്തിലുള്ള വലിയ ആ നല്ല വെള്ളത്തിൽ ഈ അഴുക്ക് വെള്ളം ചേരുമ്പോ ഈ അഴുക്ക് വെള്ളവും ആ നല്ലതിൽ ചേർന്നതോടുകൂടെ അതിൽ ലയിച്ചു. പിന്നെ അഴുക്കിനെ വേർതിരിക്കാൻ പറ്റാത്തതുപോലെ നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന ചെറുപാപങ്ങൾ, ധാരാളം നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ നന്മയുടെ ഉള്ളിൽ പെട്ടുകൊണ്ട് ഇല്ലാതെയാകും. എന്നാൽ അങ്ങനെ ഇല്ലാതെയാകുന്ന പാപങ്ങളുണ്ട്, അത് മുഴച്ചു തന്നെ നിൽക്കും. നന്മകൾ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, തൗബ ചെയ്തെങ്കിൽ മാത്രം അല്ലാഹു തആല പൊറുക്കുന്ന പാപങ്ങളുണ്ട്. അതിൽപ്പെട്ട 7 പാപങ്ങളാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ 7 പാപങ്ങൾ മാത്രമല്ല, വൻപാപങ്ങൾ വേറെയുമുണ്ട്. ഈ ഹദീസിൽ പറയുന്നത് ഈ 7 വൻപാപങ്ങളാണ്. ഇതിനെ നിങ്ങൾ ഒഴിവാക്കണം. ഏതെല്ലാമാണത് എന്ന് സ്വഹാബികൾ ചോദിക്കുകയാണ്. ഖാലു മാ ഹിയ യാ റസൂലല്ലാഹ്. അപ്പൊ ചെറുപാപങ്ങൾ, വൻപാപങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഈ 7 വൻപാപങ്ങൾ ഒഴിവാക്കാൻ നബി പറഞ്ഞപ്പോൾ അത് ഏതാണ് എന്ന ചോദ്യത്തിന് നബി തങ്ങൾ അവിടെ മറുപടി പറയുകയാണ്. ഒന്നാമത്തത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനോട് ഒരു വസ്തുവിനെ പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക. ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്. തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വിശ്വാസമാണ് ശിർക്ക്. ആരാധനക്കുള്ള അർഹത അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കോ വ്യക്തികൾക്കോ ഒന്നും ഇല്ല എന്നുള്ള വിശ്വാസം, കർമ്മമല്ല, വിശ്വാസമാണ് തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന ഘടകം, കർമ്മങ്ങളല്ല. കർമ്മങ്ങളെ കൊണ്ട് ചിലപ്പോൾ കുഫ്ർ വരും, ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തു പോകും. അതിനേക്കാൾ കഠിനമായിട്ടുള്ള തിന്മയാണ് ശിർക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ആശയം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ആരാധനക്കുള്ള അർഹത അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കും ഇല്ല എന്നുള്ള വിശ്വാസം. ഇതാണ് തൗഹീദ്, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ നേരെ എതിരുള്ള വിശ്വാസമാണ് ശിർക്ക്. അപ്പൊ എന്താണ്? ആരാധനക്കുള്ള അർഹത ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ശക്തികൾക്കോ ഉണ്ട് എന്നുള്ള വിശ്വാസം, അത് ശിർക്കാണ്. അല്ലാഹു തആലാക്ക് മക്കളുണ്ട്, അല്ലാഹു തആലാനെ പോലെ വേറെ ഒരു ശക്തിയുണ്ട്, അല്ലാഹു തആലയെ പോലെ അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന വേറെ ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കൽ അത് ശിർക്കാണ്. നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലാഹു കേൾക്കുന്നുണ്ട്. നമ്മുടെ കേൾവിയും അല്ലാഹുവിന്റെ കേൾവിയും വ്യത്യാസമുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട്, അല്ലാഹ് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേൾവിയും നമ്മൾ അല്ലാഹുവിനെ പോലെയാണോ? അല്ല, നമ്മുടേത് അല്ലാഹു തആല നൽകിയതാണ്. അത് കുറച്ചു കാലം ഉണ്ടാവുള്ളൂ, പിന്നെ അതില്ലാതെയാവും. അല്ലാഹുവിന്റെ കേൾവിക്കും കാഴ്ചക്കും അല്ലാഹുവിന്റെ ഹയാത്തിനും അതിന് ഒരു അറ്റമേ ഇല്ല, തുടക്കവും അതിനില്ല. നമ്മുടേത് ഇത് രണ്ടുമുണ്ട്. അല്ലാഹു തആല കാണും അറിയും, നമ്മളും കാണും അറിയും. അല്ലാഹുവിനെ പോലെ കാണും, അല്ലാഹുവിനെ പോലെ അറിയും, അല്ലാഹുവിനെ പോലെ കേൾക്കും എന്ന് ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ കുറിച്ച് നമ്മൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണ്. ഇതാണ് ഏറ്റവും വലിയ പാപം. കുട്ടികളില്ലാത്ത ഒരാൾക്ക് കുട്ടികളുണ്ട് എന്ന് ആരോപിക്കൽ, അത് തന്നെയല്ലേ ആ മനുഷ്യനാണ് ആരോപിക്കുന്ന ഏറ്റവും വലിയ ആരോപണം. കല്യാണം കഴിയാത്ത ഒരാണാവട്ടെ പെണ്ണാവട്ടെ, ആ പെണ്ണൊന്ന് പ്രസവിച്ചതാണ്, ആ പെണ്ണിനൊരു കുട്ടിയുണ്ട് കല്യാണം കഴിയാതെ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആരാണ് അല്ലാഹു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഖുൽ, നബി അങ്ങ് പറഞ്ഞു കൊടുക്കുക, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു സ്വമദ്, അല്ലാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്, എല്ലാവരും അല്ലാഹുവിനെ ആശ്രയിക്കുന്നവനാണ്. അങ്ങനെ ഒരു ശക്തി അല്ലാഹു അല്ലാതല്ല. ലം യലിദ് വലം യൂലദ്, അല്ലാഹുവിനെ ആരെങ്കിലും പ്രസവിച്ചതല്ല, അല്ലാഹു മറ്റാരെയും പ്രസവിക്കുന്നുമില്ല, പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ല അല്ലാഹ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യനായി ഒന്നുമില്ല തന്നെ. ഇതാണ് ദൈവം.
ദൈവത്തിന്റെ ഡെഫിനിഷൻ എന്താന്ന് ചോദിച്ചാൽ ഇതാണ് ദൈവം. അവൻ ഒരുവനാണ്, അവൻ അന്യാശ്രയനാണ്, എല്ലാവരും അങ്ങോട്ട് ആശ്രയിക്കുന്നു, അവൻ പ്രസവിച്ചിട്ടില്ല, അവനെ പ്രസവിക്കപ്പെട്ടതല്ല, അവനോട് തുല്യനായി ഒന്നുമില്ല തന്നെ. ഇങ്ങനെയുള്ള ഒരു ശക്തിക്കാണ് ദൈവം എന്ന് പറയുക. ഇതിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹ്. നീ ഗോഡ് എന്നോ അല്ലെങ്കിൽ ആണ്ടവൻ എന്നോ ജഗദീശ്വരൻ എന്നോ ദൈവം എന്നോ ഏത് പേര് അതിനെ വിളിച്ചാലും ആ ഒരു ശക്തിക്ക് മാത്രമേ നിങ്ങൾ വഴിപ്പെടാവൂ, നിങ്ങൾ കീഴ്പ്പെടാവൂ. ആ ശക്തിക്ക് മാത്രമേ നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാവൂ. അതല്ലാത്ത ശക്തികളിലേക്ക് അത് പോകുമ്പോൾ അവിടെയും ശിർക്കിന്റെ പ്രവർത്തനം വരും. അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും വലിയ പാപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ശിർക്കാണ്. അല്ലാഹു തആല അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തത് നബി തങ്ങൾ പറയുന്നത് രണ്ടാമത്തത് സിഹർ, മാരണം ചെയ്യുക, കൂടോത്രം ചെയ്യുക. ഇതിന്റെ പേരിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പല മുസ്ലിം സംഘടനകളിലും ഉണ്ട്. ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള ഹദീസുകളെ പഠിച്ചപ്പോ ഈ ഹദീസിന്റെ പേരിലൊക്കെ ഭിന്നിച്ച ഒരുപാട് സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. സ്വഹീഹായ ഹദീസാണിത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സ്വഹീഹായ ഹദീസ്. സിഹർ, പിശാചിനെ കൊണ്ട് മറ്റൊരാളെ ഉപദ്രവിപ്പിക്കുക, അതിന് കഴിയും. 5 വക്ത് നിസ്കരിച്ചുകൊണ്ട് പിശാചിൽ നിന്ന് രക്ഷ നേടാനുള്ള ആയത്തുകളും ഖുർആനിന്റെ വചനങ്ങളും ദിക്റുകളും ഒക്കെ ചൊല്ലി നടക്കുന്ന ഒരു മനുഷ്യന് ഒരു ചുക്കും ചെയ്യാൻ ഒരു പിശാചിനും കഴിയില്ല. ഇത് ചെയ്യാത്ത ആളുകളൊക്കെ പിശാചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കാം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അതിലൂടെയൊക്കെ പറയുന്നത് എന്താ? ഇങ്ങനെയുള്ള പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് പറയുന്ന ഈ 2 സൂറത്തുകൾ ഇറങ്ങുന്നത് വരെ അല്ലാഹുവിനോട് ഞാൻ കാവൽ തേടാറുണ്ടായിരുന്നു ജിന്നുകളുടെ ശർറുകളിൽ നിന്ന് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ 2 സൂറത്തുകൾ ഇറങ്ങിയപ്പോൾ അതിന് പകരം ഇത് ഞാൻ പാരായണം ചെയ്യാൻ തുടങ്ങി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 2 സൂറത്തുകൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള സിഹറും മാരണമൊന്നും ഒരാൾക്ക് ഏൽക്കൂല. അങ്ങനെ പിശാചിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉപദ്രവിക്കുന്ന ഈ ഒരു പ്രവണതക്ക് പറയുന്ന പേരാണ് സിഹർ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുന്നു. ഇത് ഇല്ല എന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്തൊരു കാര്യം നബി തങ്ങൾ അതിനെ ഉണ്ട് എന്ന് പറയും. വൻ പാപമായിട്ട് നബി തങ്ങൾ എണ്ണു. സിഹർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്ന് പറയുന്നു എങ്കിൽ വൻപാപങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ ഒരു പാപമായി നബി തങ്ങൾ അതിനെങ്ങനെയാണ് എണ്ണുന്നത്? അത് ഉണ്ട്, എനിക്കത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വെല്ലുവിളിക്കാറുണ്ട്. ഏറ്റവും വലിയ വൻപാപം ചെയ്തിട്ട് അവനത് കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ നിൽക്കുമോ? അത്രയും വലിയ പാപമായിട്ടാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ പരിചയപ്പെടുത്തി തരുന്നത്. 5 വഖ്ത് നിസ്കാരം കറക്റ്റ് ആവുക, ഈ പറയപ്പെട്ട ആയത്തുൽ കുർസി, ആമന റസൂൽ, അതേപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലക്, നാസ്, ഇതൊക്കെ ജീവിതത്തിൽ പതിവായി പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന് ഈ രീതിയിലുള്ള പൈശാചികമായ ഉപദ്രവങ്ങളൊന്നും ഏൽക്കുകയും ഇല്ല. അപ്പൊ ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ച് അതിലിങ്ങനെ അന്താളിച്ച് നടക്കണ്ട. അത് വരാതിരിക്കാനുള്ള വഴിയുണ്ട്. ആ വഴി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടതില്ല. അങ്ങനെ ഒരു വഴിയുണ്ട്. ഇത് 2ാമത്തെ പാപമാണ്. 1ാമത്തത് ശിർക്ക്, 2ാമത്തത് സിഹർ, 3ാമത്തത് വഖത്ലു നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിഹഖ്. അല്ലാഹു തആല കൊല്ലൽ ഹറാമാക്കിയ ഒരു ശരീരത്തെ ഹഖ് കൂടാതെ കൊന്നുകളയുക. നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്.
മൂന്നാമത്തെ വലിയ പാപം അതാണ്. വിശദീകരിക്കാൻ സമയമല്ല, ഞാൻ വായിച്ച ആ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. നാലാമത്തെ നബി തങ്ങൾ പറയുന്നു വഅഖിലുർ റിബാ, പലിശ ഭക്ഷിക്കുക. ഇതിനാണ് ഞാനിത് പറഞ്ഞത്. തുടക്കത്തിൽ കുറച്ച് വിശദീകരണം കൂടിപ്പോയതുകൊണ്ട് ഇതിനെ അധികം വിശദീകരിക്കാൻ നമുക്ക് സമയം കുറവുണ്ട്. നമുക്ക് മറ്റൊരവസരത്തിൽ ഒന്നുകൂടെ അത് വിശദീകരിക്കാം. നാലാമത്തെ വൻപാപമായി നബി തങ്ങൾ പറയുന്നത് വഅഖിലുർ റിബാ, പലിശ ഭക്ഷിക്കലാകുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ കഠിനമുള്ള തെറ്റാണ് പലിശ. മാർക്കറ്റുകളിലും അല്ലാതെയും ഒക്കെ നമുക്കറിയാലോ എന്താണ്, പല പേരുകളും അതിനുണ്ട്. മണിക്കൂർ എന്നുള്ള പേരുള്ള പലിശ ഉണ്ട് നാടന്മാരുടെ ഇടയിൽ, അല്ലേ? മാർക്കറ്റ് പോകുന്ന ആളുകൾക്കറിയാം. കഠിനമായിട്ടുള്ള തിന്മയായിട്ട് നബി തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റു ചില ഹദീസുകളിൽ കാണാം, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുത്ത തിന്മയാണ് പലിശ എന്ന് പറയുന്നത്. അത്രയും കഠോരമാണ്, അത്രയും കഠിനമാണ്. നമ്മുടെ ജീവിതം തന്നെ പറ്റ കൊഞ്ഞാട്ടയായി പോകും, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കായി പോകും, നിന്ദ്യമായി തീരും. താൽക്കാലിക ലാഭങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. അടുത്തതിന്റെ വിധങ്ങൾ പറയുന്നത് വാക്കിലുമാലിൽ യതീമുകളായ കുട്ടികളുടെ മുതൽ ഭക്ഷിക്കുക, അനാഥകളുടെ മുതൽ ഭക്ഷിക്കുക വൻപാപമാണ്. നല്ല യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുക. അടുത്തത്, ഒരു ദോഷവും ചെയ്യാത്ത, തിന്മ ചെയ്യാത്ത ഒരാളെ കുറിച്ച്, ഒരു സ്ത്രീയെ കുറിച്ച് വ്യഭിചാര ആരോപണം പറയുക. ഇന്നിപ്പോ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബകലഹം വരുമ്പോ, ഒരു പ്രശ്നങ്ങൾ കുടുംബത്തിൽ വരുമ്പോ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുക്കുകയാണ്. അവരെന്നെ പീഡിപ്പിച്ചു, അവനെന്നെ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചെയ്യാത്ത ഒരാളുടെ പേരിൽ നമ്മുടെ കേസിന്റെ ബലത്തിന് വേണ്ടിയോ അല്ലാതെയോ ഒക്കെയാണ് ഈ രീതിയിലുള്ള കള്ളത്തരം നമ്മൾ വ്യഭിചാര ആരോപണം നടത്തുന്നത് എങ്കിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നു 7 വൻപാപങ്ങളിൽപ്പെട്ട 7ാമത്തെ വൻപാപമാണതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഗൗരവമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ പറയപ്പെട്ട 7 വൻപാപങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രധാനമായും ഇന്നത്തെ ഖുതുബയിലൂടെ ഇതിൽ ഊന്നി പറയുന്നത് പലിശയുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ലാഭം താൽക്കാലികമായി ലാഭമുണ്ടാകും, അത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. അതിൽ വരുന്ന വർധനവുകൾ നുക്സാൻ, നിങ്ങളെ വീഴ്ചയായിരിക്കും. വീഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പൊങ്ങും, ഒറ്റയടിക്ക് താഴോട്ട് പോകും. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകരും. പരലോകത്തും നിങ്ങൾക്കതിൽ നുക്സാനായിരിക്കും, വീഴ്ചയായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് ജനങ്ങളെ അതിൽ നിന്ന് വിട്ടു നിൽക്കണേ എന്ന ഖുർആനിന്റെ അധ്യാപനം ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിൽ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതിന്റെ ഗൗരവം അറിയാതെയും സാഹചര്യങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ടുമൊക്കെ അതിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ, എന്റെ അടുത്ത് പലരും വന്ന് കരഞ്ഞു പറയാറുണ്ട്, പെട്ടുപോയി ഉസ്താദേ. പെട്ടുപോയവരുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അത് വീടാനുള്ള വഴിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്ത് ഇതിന്ന് കരകയറിയാൽ ഇനി ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുകയില്ല എന്നൊന്ന് ഉറപ്പിക്കുക. എന്നിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക. എങ്കിൽ അല്ലാഹു തആല അത് നന്നാക്കി തരും. അല്ലാഹു തആല അതിൽ പെട്ടുപോയവർക്ക് അതിൽ നിന്ന് കരകയറാനുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും പലിശ ഇടപാടുമായി ബന്ധപ്പെടാതെ ജീവിക്കാനുള്ള ഒരു മനസ്സ് അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകമായി നമുക്കറിയാം 2024 കഴിഞ്ഞ് 2025 നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഓരോ പുതുവത്സരം നമ്മളിലേക്ക് വരുമ്പോ ചാടിക്കളിക്കാനും അല്ലെങ്കിൽ ആഘോഷ തിമർപ്പിലും പെട്ടുകൊണ്ട് കളയാനുള്ളതല്ല നമ്മുടെ യുവത്വം. നമ്മളൊരു പ്രതിജ്ഞ ചെയ്യാനുള്ളവരാണ്. എന്താണ് പ്രതിജ്ഞ? കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ച് ബാക്കിലേക്കൊന്ന് ആലോചിച്ച് അതിൽ തിന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി 5 വക്ത് നിസ്കാരം കറക്റ്റായി ഞാൻ നിർവഹിച്ച് ചെയ്യുന്ന ഈ തിന്മകളൊക്കെ ഞാൻ മാറ്റിവെച്ച് നല്ല ഒരാളായി അയൽക്കാർക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന നല്ല ഒരു മനുഷ്യനായി ഞാൻ ജീവിക്കും
എന്ന ഒരു പ്രതിജ്ഞ ഈ ഒരു പുതുവർഷത്തിൽ എടുത്തുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ഈ വർഷത്തെ കാണേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം വിശുദ്ധമായ റമളാൻ ഷരീഫിനെ വരവേറ്റുകൊണ്ട് റജബിലാണ് നമ്മൾ ഉള്ളത്. ഒരു അനൗൺസ്മെന്റ് തുടങ്ങി നമ്മുടെ ദുആകളിലൊക്കെ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് തരണം, റമളാനിലെ ഞങ്ങളിലേക്ക് എത്തിക്കണം അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. നബി തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു ദുആയാണ് ഇത്. ഈ ദുആ നമ്മൾ ചെയ്യണം. ഇതിലൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വലിയ ഒരു സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിന്റെ മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ ഒരുക്കങ്ങൾ നടത്തണം, എന്നാലേ അത് വിജയിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു സമ്മേളനം ഇത്ര ഡേറ്റിൽ നടക്കുന്നുണ്ട്, അതിനു വേണ്ടി പല വർക്കുകളും ചെയ്തെങ്കിലേ നല്ല രീതിയിൽ ആ സമ്മേളനം വിജയിക്കുകയുള്ളൂ. വിശുദ്ധ റമളാനാകുന്ന ആ സൽക്കർമ്മങ്ങളെ കൊണ്ട് നിറക്കാൻ പറ്റുന്ന ആ ഒരു അവസരം ഇതാ അടുത്തായി വരാറായി. അതിലേക്ക് വേണ്ടി ജനങ്ങളെ ഒരുങ്ങുക, തയ്യാറാവുക, അതിൽ ബറക്കത്തുണ്ടാവാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അതിൽ ആ ഇബാദത്ത് ചെയ്യാനുള്ള ദീർഘായുസ്സിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുക. ഇതൊക്കെയാണ് ബാരിക് ലനാ ഫി റജബ്